കുറുകി നല്ല നല്ല അടിപൊളിയായി വന്നിട്ടോ. അപ്പോൾ ഗൈസ്, നമ്മൾ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇതിന് വെല്ലം എന്നാട്ടോ പറയുക. പക്ഷെ ചില സ്ഥലത്ത് ഇതിനെ ശർക്കര എന്നെല്ലാം പറയലുണ്ട്. ഞങ്ങൾക്കിതിവിടെ വെല്ലാണ്. അപ്പോൾ വെല്ലം നമ്മൾ പാനിയാക്കണം. പാനി അപ്പം ശർക്കര പാനി ഉണ്ടാക്കാനായിട്ടുള്ള വെല്ലം നമ്മൾ എടുത്തിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഗ്യാസ് കത്തിച്ചിട്ട് ശർക്കര പാനി ഉണ്ടാക്കാൻ പോവാണ്. നമ്മൾ കരിയുന്നതിന് മുന്നേ കുറച്ച് വെള്ളം ഒഴിച്ച് ഇച്ചിരി കൂടി വെള്ളം നമ്മൾ ഒഴിക്കാം. വെള്ളമല്ല, ഇച്ചിരി കൂടി. ഈ സാധനങ്ങൾ നിങ്ങൾ മറ്റേ വീഡിയോയിൽ അപ്പുറത്തും കണ്ടിട്ടുണ്ടാവും. ഇതിങ്ങനെ മാറി മാറി വരും കേട്ടോ, ഈ ചെടിയെല്ലാം പ്രത്യേകിച്ചും. ഇനി ഇതൊന്ന് സെറ്റായി വരട്ടെ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. മാമ്പഴ പുളിശ്ശേരിക്ക് വേണ്ട ശർക്കര പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. നമ്മൾ മാമ്പഴ പുളിശ്ശേരി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ മാങ്ങയൊന്ന് അതിൻ്റെ തോലൊക്കെ ഒന്ന് നമ്മൾ കൈകൊണ്ട് തന്നെ പൊളിച്ചു നോക്കിയത് കേട്ടോ. അപ്പം വല്ലാണ്ട് നഷ്ട കച്ചവടമാണെന്ന് നമുക്ക് തന്നെ തോന്നി. അപ്പം എന്ത് ചെയ്തിട്ട് നമ്മൾ അതിങ്ങനെ ചെത്തി കൊടുക്കുന്നുണ്ട്. അതായാലും വലിയ നഷ്ടം. അതായാലും മാറ്റിയത്. നമ്മളിങ്ങനെ അതൊക്കെ ഇങ്ങനെ ചെത്തി കൊടുക്കുന്നുണ്ട്. എന്തായാലും ഇങ്ങനെ തന്നെ പറിക്കണം തന്നെ. അപ്പം നമ്മൾ ഇങ്ങനെ തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. അത് നഷ്ടമാണെന്ന് തോന്നിയ സ്ഥിതിക്ക് നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്യാൻ പോകണേ. അപ്പം ആദ്യത്തെ മാങ്ങ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. 2 നമ്മൾ ഗ്യാസ് കത്തിച്ചു. എന്നിട്ട് നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയുള്ള ചട്ടി നമ്മൾ മാമ്പഴമുള്ള ചട്ടി നമ്മൾ നേരെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന കുറച്ച് വെള്ളമാണ് ഗൈസ്. ഇനി ഇതിൽ നിന്നിട്ട് മാങ്ങ എന്ത് ചെയ്യണം? വെന്ത് വരണം. അഭിനയ സിംഹമേ. നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ എടുക്കുന്നതിൻ്റെ മുന്നായിട്ട് നമ്മളോട് ചെറുതായിട്ട് ഉപ്പിട്ട് പോയി. അപ്പം നമ്മൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ലേശോടിയും ഉപ്പ് ആഡ് ചെയ്തിട്ട് നമ്മൾ മൂടി വെച്ചിട്ട് എന്നിട്ട് മൂടിയൊന്നും കാണുന്നില്ല. അപ്പം നമ്മൾ പ്ലേറ്റ് എടുത്ത് വെച്ചിട്ട് മൂടിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് തിളച്ച് വരട്ടെ. തിളച്ച് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഷെഫ് പിള്ളച്ചി. അപ്പം നമ്മുടെ മാമ്പഴം ഇങ്ങനെ വെന്ത് വരുന്നുണ്ട് ഗൈസ്. എന്താ തിളക്കാത്തത്? കുറച്ച് വെച്ചാൽ മാമ്പഴത്തിന് നീന്തി കളിക്കാലോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കാൻ പോകുക കേട്ടോ. അതിനൊക്കെ ആദ്യമായിട്ട് ജാറെടുത്തിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് തൈര് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇത്തിരി വേസ്റ്റ് ആക്കാൻ പറ്റില്ല, കറീനെ ബാധിച്ചാലോ. ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളിപ്പോൾ അരപ്പ് ചേർത്തിക്കിട്ടോ. ഒന്ന് ക്യാമറ ഓണൊക്കെ ചെറുതായിട്ട് വിട്ടുപോയി. അപ്പം നമ്മൾ നേരത്തെ ജാറിലേക്ക് ഇട്ട ഈ അരപ്പെല്ലാം അരച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കറണ്ടില്ലേനു കേട്ടോ, അതുകൊണ്ട് കുറച്ച് ലേറ്റായി പോയത് സെറ്റാക്കി എടുക്കാൻ. ഇവിടെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ അടുത്ത സൈഡിലേക്ക് അതിന് വേണ്ടിയിട്ടുള്ള വറവും കാര്യങ്ങളൊക്കെ സെറ്റാക്കാൻ പോവുകയാണേ. നല്ല അടിപൊളി പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഇതിൽ നമുക്ക് ചുവപ്പ് മുളക് മാത്രമല്ല കേട്ടോ, വറവ് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ചുവപ്പ് മുളക് നമ്മളോട് മറന്നുപോയി. അപ്പം ഞാൻ ആദ്യം കുറച്ച് ലേശം ചോറെടുത്തിട്ട് നമ്മുടെ നല്ല കുറുകി നല്ല സെറ്റായി വന്ന മാമ്പഴ പുളിശ്ശേരി ഉണ്ടല്ലോ, ലേശം എടുത്തിട്ട് ഇങ്ങനെ ചോറിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. നല്ലോണം കുറുകി നല്ല അടിപൊളിയായി വന്നിട്ടോ. നമുക്കൊന്ന് നല്ല ചൂടുണ്ട്.